ശാന്തികൃഷ്ണ മാമിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാലോ, ചില്ല്, ക്രഷ്. ചില്ലെന്നുള്ള സിനിമ അന്നത്തെ കാലത്ത് ഒരു കളർ, അതായത് ഇന്നത്തെ ജനറേഷൻ പോലും അങ്ങനത്തെ സിനിമ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ള എനിക്ക് സംശയമാണ്. ഒറ്റ സീനാണ് ഇന്നും ആൾക്കാര് ഓർക്കുന്നത്. കഥ തുറന്നിട്ട് ദേവി എന്ന് പറയുന്നത് നല്ല മനോഹരമായിട്ടുള്ള സിനിമകളിൽ നിന്നും ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുള്ള ഒരു സിനിമ ഉണ്ടായി. ഏതറിയോ? പാലും പഴവും. എന്റെ ഹീറോയിൻ മീര ജാസ്മിൻ ആണെന്ന് പറയുമ്പോൾ കാരണ എന്റെ അടുത്ത പടത്തിലെ നായിക മീര ജാസ്മിൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതെന്നും എന്റെ മൈൻഡിലുണ്ട്. ദേവുമ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉള്ള ഒരു ഇതും, ശിവാനി അതിലൊരു ടേംഡ് ആയിട്ടുള്ള ഒരു, അല്ലേ, എന്താ അതിന് പറയുന്നേ, എക്സ്പ്രഷനിൽ വരുന്നുണ്ട്. അവരുടെ ആ ഒരു ഏജിനെ കുറിച്ച് ഒരിക്കലും ഇപ്പൊ പാലും പഴവും ചേർന്ന് കഴിഞ്ഞാൽ ഇതിൽ മധുരമാണോ, ഇരട്ടി മധുരമാണോ, കയ്പാണോ? അതാണ് സിനിമ. പാലും പഴവും എന്ന പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് ടീം നമ്മുടെ കൂടെയുണ്ട്. മീര ജാസ്മിൻ, VKP, ശാന്തികൃഷ്ണ, അശ്വിൻ. ഹായ് ഹൗൾ, നമസ്കാരം. നമസ്കാരം. മീര, ശരിക്കും VKP പല ജോണറിൽ ചിത്രങ്ങൾ ചെയ്യാറുണ്ട്. പുനരധിവാസം ചെയ്ത് നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡും ഒക്കെ വാങ്ങിക്കുമ്പോഴും ത്രീ കിങ്സ്, മരുഭൂമിയിലെ ആന പോലെയുള്ള വ്യത്യസ്തമായ ജോണർ ചെയ്യും. എന്നിട്ട് നെത്തോലി, ഒരു ചെറിയ മീനല്ല എന്ന് പറയുന്ന സാധനം, അത് നമുക്ക് ജോണർ പോലും പറയാൻ പറ്റാത്ത സിനിമകൾ ചെയ്യും. അങ്ങനെ ഒരാൾ വന്ന് കഥ പറയുമ്പോൾ എന്തായാലും ഒരു എക്സൈറ്റ്മെന്റ്സ് ഉണ്ടാവും. പല രീതിയിലുള്ള സിനിമകൾ മീരയും ചെയ്യാറുണ്ട്. പാലും പഴവും കേൾക്കുമ്പോൾ ആദ്യം എന്താ എക്സൈറ്റ്മെന്റ്? എന്തുകൊണ്ട് VKPയുടെ കൂടെ കൂടാൻ തീരുമാനിച്ചു? ഇത് വളരെ ഒരു എന്റർടൈനർ ആണെന്ന് ആദ്യം ബോധ്യമായി. അതില് കോമഡി എന്ന് പറയുന്ന സംഭവമാണ് മുഴുവൻ മിക്കതും ഈ പടത്തില്. അപ്പൊ അങ്ങനെ ഒരു ഫണി ആയിട്ടുള്ള ഒരു സിനിമ VKP കൊണ്ടുവന്നപ്പം അത് ഓക്കെ, നമുക്കിത് ചെയ്യാം. അത് വേറെ, പിന്നെ ഞങ്ങൾ സ്ക്രിപ്റ്റ് കേട്ടു, സ്ക്രിപ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു. അപ്പൊ വളരെ നല്ല സ്ക്രിപ്റ്റ് ആണ് ബോധ്യമായപ്പോൾ യെസ്, വി ആർ ഗോയിങ് ടു ഡു ഇറ്റ്. ചാടി ഇറങ്ങി. എന്നിട്ട് വർക്ക് കഴിഞ്ഞപ്പോൾ എന്താണ് തോന്നുന്നത്? ഹാപ്പി, അടിപൊളി. VKP ഈ ഹാപ്പിനെസ്സിനെ കുറിച്ച് നമുക്ക് പറയണം. ചേച്ചിയുടെ അടുത്തൊരു കാര്യം കൂടെ ചോദിച്ചാൽ, ചേച്ചി പലതരത്തിലുള്ള സിനിമകൾ, ഒരുപാട് സിനിമകൾ ചെയ്തപ്പോഴും പുതിയ കാലഘട്ടത്തിൽ കുറച്ച് സിനിമകൾ ചെയ്യുന്നുണ്ട്. അപ്പം VKPയിലെ ഒരു ഡയറക്ടറുണ്ട്, ഇപ്പോൾ ട്രിവാൻഡ്രം ലോഡ്ജും ബ്യൂട്ടിഫുള്ളും ഒക്കെ പോലെയുള്ള മനോഹരമായ ചിത്രങ്ങൾ ചെയ്ത ഒരു VKP ഉണ്ട്. ചില സമയത്ത് എന്താണ് VKP ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ നെത്തോലിയുടെ കാര്യം പറഞ്ഞതുപോലെ ജോണർ പോലും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു മനുഷ്യനാണ്. ആ ഒരു വ്യത്യസ്തത നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ പടം പരാജയപ്പെടുമോ എന്നുള്ളൊരു പേടി നമുക്കൊക്കെ ഉണ്ടാവാറുണ്ട് VKP സിനിമ ചെയ്യുമ്പോൾ. ചേച്ചി എന്തായിരുന്നു ഈ പാലും പഴവും കേൾക്കുമ്പോൾ മനസ്സിൽ തോന്നിയത്? ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുമ്പോൾ VKPയുടെ പടം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഐ വാസ് ഓക്കെ വിത്ത് ഇറ്റ്, ബിക്കോസ് ഐ ഹാവ് നെവർ വർക്ക് വിത്ത് ഹിം. VKPയുടെ കൂടെ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുമുണ്ട്, പക്ഷെ എന്നാലും വർക്ക് ചെയ്യാനുള്ള ഒരു ചാൻസ് വന്നില്ല. അപ്പൊ ഇതിനെ എൻ്റെ അടുത്ത് വിളിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഒരു മീര ജാസ്മിൻ ആണ് അതിൽ അഭിനയിക്കുന്നത്, മീരയുടെ അമ്മയായിട്ടാണ്. പക്ഷെ ഇത് അമ്മ എന്ന് പറയുമ്പോൾ സാധാരണ ഒരു അമ്മയുടെ ഒരു അങ്ങനത്തെ ഒരു ടിപ്പിക്കൽ ക്യാരക്ടറും അല്ല. അപ്പോൾ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇറ്റ് വിൽ ബി റിയലി ഗ്രേറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാനും നോക്കിയപ്പോൾ മീരയുടെ കൂടെ അഭിനയിച്ചിട്ടുമില്ല അതിന് മുമ്പ്. ഐ ഹാവ് നെവർ മെറ്റ് ഹെർ ഓൾസോ ലൈക്ക് ദാറ്റ്. അപ്പോൾ ഐ വാസ് ഓൾസോ, എനിക്കും അതൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. എന്തുകൊണ്ട്, ഓക്കെ ഇറ്റ്സ് നൈസ്, ഒരു വേറൊരു ടീമാണ്, നല്ല ടീമായിരിക്കും, സോ വൈ നോട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയാണ് ഞാൻ പിന്നെ VKPയുടെ വേറെ ഒന്നും ഞാൻ ചിന്തിച്ചില്ല. ഐ നോ ഹി മേക്സ് ഗുഡ് ഫിലിംസ്. അതല്ലാതെ പിന്നെ ഈ ഭയങ്കര എക്സ്പെരിമെന്റലും ആണ്. പിന്നെ പുള്ളിയുടെ തോട്ട്, വേറെ ആരാണ്, നമ്മുടെ സൗബിന്റെ കൂടെ ഞാൻ അപ്പോൾ വേറെ പടം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് സൗബിൻ VKPയുടെ പടം ചെയ്യണം ശാന്ത് മാം ചെയ്യണം. കാരണം എന്താ വെച്ചാൽ VKPയുടെ കൂടെ അഭിനയിക്കുന്ന അത് വേറൊരു എക്സ്പീരിയൻസ് ആണ് എന്ന്. സോ ഇതെല്ലാം കൂടി ആയപ്പോൾ എനിക്കും തീർച്ചയായിട്ടും ചെയ്യണം എന്നൊരാഗ്രഹം വന്നു. VKP ഇരിക്കുന്നത് രണ്ട് നായികമാരുടെ നടുവിലാണ്. വേറെ ലെവൽ സംഭവമാണ്. ഇവരെ എങ്ങനെ ഉപയോഗിച്ചു VKP? അല്ല, ഇവർ രണ്ടാളും ഞാൻ പറഞ്ഞില്ലേ, മീര, ഐ നോ ഹർ ഫോർ എ ലോങ് ടൈം. ഐ വാണ്ടഡ് ടു വർക്ക് വിത്ത് ഹർ just not because she is my friend. It is also because her, എന്താ പറയുക, passion, impulsiveness. I like the way she performs. The body performs according to the character. പിന്നെ ശാന്തികൃഷ്ണ മാമിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാലോ, ചില്ല്, ക്രഷ്. ചില്ലെന്നുള്ള സിനിമ അന്നത്തെ കാലത്ത് ഒരു കളർ, ഒരു ഓർവോ കളർ ലെനിൻ സാർ അല്ലേ ചെയ്ത് വെച്ചത് വേറെ ലെവലാണ് ആ പടം. അതായത് ഇന്നത്തെ ജനറേഷൻ പോലും അങ്ങനത്തെ സിനിമ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ള എനിക്ക് സംശയമാണ്. ഇറ്റ് ഈസ് സോ ബ്യൂട്ടിഫുൾ തോട്ടിലായാലും ശരി, കണ്ടന്റിലായാലും ശരി. അപ്പൊ അതും നിദ്രയും കൂടെ കണ്ടപ്പോൾ ഞാൻ വെച്ചു, എന്നെങ്കിലും ഒരു ഭാഗ്യം ഉണ്ടെങ്കിൽ ഇവരോട് വർക്ക് ചെയ്യും. കാരണം അതിൻ്റെ ഒരു വൈബ്രൻസ് അതെനിക്ക് കിട്ടുകയും ചെയ്തു. കാരണം ഇവർ രണ്ടുപേരുമാണ് ഇതിൽ മേജർ കോമ്പിനേഷൻ, അശ്വിന് പുറമെ.
കാരണം ഇവർ രണ്ടുപേരുടെ കെമിസ്ട്രി, ഇവർ രണ്ടുപേരുടെ ടുഗദർനെസ് അത് സിനിമയിൽ കാണുമ്പോൾ ശരിക്കും അമ്മയും മകളാണോ തോന്നും. യു ഫീൽ ദാറ്റ് ബിക്കോസ് ദെയർ ലുക്സ്, ദെയർ ബിഹേവിയർ, ദെയർ ബേസിക് തോട്ട്സ് ഓഫ് ഇന്റലിജൻസ് എല്ലാം സെയിം ആണ്. ഒരുപാട് ഞങ്ങളുടെ കെമിസ്ട്രി പറഞ്ഞു അപ്പോഴാണ് എനിക്ക് കേട്ട് കേൾക്കുമ്പോ ഒരു അല്ലല്ല, ഇറ്റ് ഇസ് എ വെരി ബ്യൂട്ടിഫുൾ കെമിസ്ട്രി ബിറ്റ്വീൻ ദം. അതായത് ഇവർ രണ്ടാളും വൈരുദ്ധ്യങ്ങളുടെ സമന്വയം തന്നെയാണ്. ജസ്റ്റ് പൊസിഷൻ ദെൻ ഓപ്പോസിഷൻ ആണ് ഇവർ രണ്ടാളും. പക്ഷേ ആ സിനിമ കാണുമ്പോൾ ഒരു എനർജി ഉണ്ട്. ഞാൻ അറിയാലോ, ഞാൻ ഒരു കൊറിയോഗ്രാഫി അല്ലെങ്കിൽ പ്ലേ ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്യുക. അപ്പോൾ പ്ലേ ചെയ്ത് ഇവരുടെ പെർഫോമൻസ് കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ അങ്ങ് ഇരുന്ന് പോകും. പിന്നെ ക്യാമറയൊക്കെ 2 സൈഡ് 3 സൈഡൊക്കെ വെച്ച് ഞാൻ മിണ്ടാണ്ടിരിക്കും. സോ ബ്യൂട്ടിഫുൾ. അടിപൊളി, നല്ല രസമായിട്ട് വർത്താനം പറയുന്നു മീര. എനിക്ക് തോന്നുന്നു ഈ പടത്തിന്റെ പ്രൊമോഷൻസിൽ നമ്മൾ കറക്റ്റ് ഇതേപോലുള്ള VKP പോലെ എനർജി ഉള്ള ആൾക്കാരെ കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ശാന്തികൃഷ്ണ മാം ചേച്ചി അത് പറയുന്നുണ്ട്. ഇവിടെ ഇന്ന് മഞ്ജു പറഞ്ഞത് ചേച്ചിയുടെ എനർജിയെ കുറിച്ചാണ്. ഇന്നത്തെ പ്രൊമോഷനിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചേച്ചി പോയി കഴിഞ്ഞാൽ എനിക്ക് എനർജി ഞാൻ പിന്നെ കുറെ കഴിയുമ്പോൾ എനിക്ക് വിഷമം വരും. പാവം ചേച്ചിക്ക് ചേച്ചി ടയർഡ് അല്ലേ. നല്ല അശ്വിനും കൂടെ ഒരു കാര്യം പറഞ്ഞു. അശ്വിൻ ക്യൂവിൽ വന്നതിന് ശേഷം കുറച്ച് പടങ്ങളൊക്കെ ഇങ്ങനെ ലൈനപ്പ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ക്യൂവിൽ നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. ഇപ്പൊ പാലമ്പഴവും ഒരുപക്ഷെ അശ്വിനും കൂടെ ശ്രദ്ധിക്കാൻ പറ്റും. കാരണം ഇപ്പൊ മോഹൻലാൽ, മമ്മൂക്ക, ദിലീപ്, ഇങ്ങനെ ഒരുപാട് പേരുടെ നായികയായതാണ് മീര ജാസ്മിൻ. ഇപ്പോൾ അശ്വിൻ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. അതിന്റെ ഒരു ഹാപ്പിനെസ് ഇല്ലേ അശ്വിൻ? ഭയങ്കര സന്തോഷമാണ്. ചേട്ടനിപ്പോ പറഞ്ഞ പോലത്തെ ഈ ലിസ്റ്റ് അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ വലിയ സന്തോഷമാണ് എനിക്ക്. അതുപോലെ തന്നെ ഭയങ്കര സന്തോഷം തോന്നിയ VKP സാറ് എന്നെ ആദ്യം വിളിച്ചു. ഒരു ഡയറക്ടർ, ഇത്രയും സീനിയർ ആയ ഒരു ഡയറക്ടർ നമ്മളെ പോലെ ഒരാളെ ആദ്യം വിളിക്കുമ്പോൾ എന്നോട് പറഞ്ഞത്, അശ്വിൻ എനിക്ക് അശ്വിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, കഥ വന്ന് കേൾക്കൂ, വന്ന് ചെയ്യാൻ നല്ല പറഞ്ഞ് കഥ വന്ന് കേൾക്കൂ, കഥ ഇഷ്ടപ്പെട്ടാൽ ചെയ്യൂ. അതാണ് ആ പോയിന്റ്, അതാണ് ആ റെസ്പെക്ട് എന്ന് പറയുന്ന പോയിന്റ്. ആ സ്ക്രീൻ പ്ലേ വന്ന് കേക്ക്, നമുക്ക് ഇഷ്ടപ്പെട്ട വാ, നമുക്ക് ഒന്നിച്ച് വർക്ക് ചെയ്യാം. പ്രഷർ ഇല്ലാന്ന് ഞാൻ പറഞ്ഞു. ആ പോയിന്റ് കാരണം എന്നെ പോലെ ഒരാളുടെ അടുത്ത് അങ്ങനെ വിളിക്കുമ്പോൾ നമ്മൾ പ്രഷർ ആവും. പുള്ളി വിളിച്ചു എങ്ങനെയാണ് നമ്മൾ അങ്ങനെ പറയുക എന്നൊക്കെ, അങ്ങനെയല്ല നമ്മളോട് സംസാരിച്ചത്. അപ്പം ഞാൻ അവിടെ പോയി ഈ സബ്ജക്റ്റ് കേൾക്കുമ്പം എൻ്റെ ഹീറോയിൻ മീര ജാസ്മിൻ ആണെന്ന് പറയുമ്പം ഉറപ്പായിട്ടും നമുക്ക് ഭയങ്കര സന്തോഷം. ഞാൻ അതൊന്നും പുറത്ത് റിയാക്ട് ചെയ്യാതെ ഞാൻ അതെല്ലാം കേട്ട് പിന്നെ കൂട്ടുകാരുടെ അടുത്ത് വന്നിട്ട് കറടാ എൻ്റെ അടുത്ത പടത്തിലെ നായിക മീര ജാസ്മിൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ആ സാധനമാണ് അതിൻ്റെ ഏറ്റവും ഒരു ഹൈലൈറ്റ്. ഞാൻ ഭയങ്കരമായിട്ട് അതെന്നും എൻ്റെ മൈൻഡിലുണ്ട്. എനിക്ക് എന്നോട് കഥ പറഞ്ഞത്, മീര ജാസ്മിൻ അഭിനയിക്കുന്നത് പറഞ്ഞാൽ ഫസ്റ്റ് ഡേ ചേച്ചിയുടെ കൂടെ അഭിനയിക്കുന്നത് എല്ലാം ഭയങ്കര സന്തോഷം. അടിപൊളി. ഈ രണ്ടുപേരോടും ഒരു കാര്യം ചോദിക്കാനുള്ളത്, നിങ്ങൾ ഇത്രയും എനർജി ഇങ്ങനെ കീപ്പ് ചെയ്യുന്നുണ്ട്, ഇത് എന്താണ് ഇതിന്റെ? രണ്ടുപേർക്കും 2 മെത്തേഡ് ആയിരിക്കും ഉണ്ടാവുക. VKPയുടെ ഈ എനർജിയുടെ പിന്നിൽ എന്താണ്? ഭയങ്കര അപ്ഡേഷൻ ആണ്. പിന്നെ നമ്മൾ ചെയ്യുന്ന ജോലിയോടുള്ള ആഗ്രഹം, താല്പര്യം. കാരണം നമ്മൾ ഇഷ്ടമുള്ള ജോലിയല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ചെയ്യുമ്പോൾ ഞാൻ അധികം എന്നെ ടോർച്ചർ ചെയ്യാതെ എൻജോയ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. സോ ദാറ്റ് ഈസ് എപ്പോഴും നമ്മളൊരു എനർജി ഉണ്ടെങ്കിൽ, എനർജി എപ്പോഴും നമ്മൾ പാസ് ചെയ്യുമ്പോൾ അതേപോലെ മറ്റുള്ളവരുടെ നമുക്ക് ആ എനർജിയും കിട്ടുമ്പോൾ ഇറ്റ് ബിക്കംസ് എ പോസിറ്റീവ് മൈൻഡ് സെറ്റ്. ആ പോസിറ്റിവിറ്റി വരോടെ, ആ പോസിറ്റിവിറ്റിയിലാണ് നല്ല സൃഷ്ടികളൊന്നും ഉണ്ടാകുന്നത്. പറഞ്ഞ പോലെ കമേഴ്ഷ്യൽ സക്സസ് ആൻഡ് അതൊക്കെ ഡിഫറെൻറ്റ്. പക്ഷേ ദ ക്രിയേഷൻ ഈസ് നത്തിങ് കണക്റ്റഡ് വിത്ത് കമേഴ്ഷ്യൽ. ക്രിയേഷൻ ഈസ് എ ക്രിയേഷൻ വിച്ച് ഗിവ്സ് യു ഹാപ്പിനെസ്. ആ ഹാപ്പിനെസ് ആണ് നമുക്ക് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത്. കാരണം ചേച്ചിയുടെ കാര്യത്തിൽ എങ്ങനെയാണ്? ചേച്ചി ഞാൻ പറഞ്ഞില്ലേ, ചില്ല് ക്രഷ്, ചേച്ചി സർപ്രൈസ് ക്രഷ് ചെയ്തു. പക്ഷേ ഇപ്പോ സാധാരണ സിനിമയിൽ ശാന്തികൃഷ്ണ മാമിന്റെ ഒരു ഇമേജ് ഉണ്ടല്ലോ, നമ്മൾ കണ്ടുവന്ന ഒരു ഇമേജ്, അതല്ല ഈ സിനിമയിൽ. ദാറ്റ് ഈസ് വാട്ട് മോർ ഇൻട്രസ്റ്റിംഗ് തിങ് ഇൻ ദിസ്. കുറച്ചൊരു അത് നമുക്ക് ഒരു ഡയറക്ടറിന്റെ ആർട്ടിസ്റ്റാണ് ഞാൻ. ബേസിക്കലി ഡയറക്ടർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴും അതിനെക്കുറിച്ച് മനസ്സിലാക്കി അങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് VKP പോലെ ഇത്രയും എനർജിയും ദ വേ ഹി എക്സ്പ്ലെയിൻസ് പറഞ്ഞ പോലെ ഒരു പ്ലേ ആണ് ആദ്യം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അപ്പോൾ നമ്മൾ അത് ചെയ്തു വരുമ്പോൾ അപ്പോഴായിരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഇട്ട് തരുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മീരയായിരിക്കും എന്തെങ്കിലും ചെയ്യുന്നത്. സോ അത് ആ ഒരു വൈബ് ഉണ്ടല്ലോ, ആ ഒരു 2 പേരും കൂടി ഉള്ള ഒരു കെമിസ്ട്രി ഉണ്ടാവും. അത് കണ്ടിട്ടാണ് പിന്നെ
ഹി വിൽ ബി ബിഹൈൻഡ് ദ മോണിറ്റർ ചിലപ്പോ. അപ്പൊ അത് കണ്ടിട്ട് പിന്നെ പറഞ്ഞ പോലെ കട്ട് ചെയ്യണ്ട, നമ്മൾ ഇങ്ങനെ തന്നെ പോട്ടെ എന്ന് പറയും. അപ്പൊ ഞങ്ങൾക്ക് അപ്പൊ ഇറ്റ് ക്രിയേറ്റ് മോർ ഇൻട്രസ്റ്റ്. അപ്പോൾ ഈ ഒരു പോസിറ്റീവ് എനർജി ഇവിടുന്ന് ഡയറക്ടറിൽ നിന്നും വരുമ്പോ ഓട്ടോമാറ്റിക്കലി നമുക്ക് എല്ലാവർക്കും അതിനോടുള്ള പാഷൻ കൂടും, അഭിനയിക്കാനും ഇതും എല്ലാം. സോ ആ രീതിയിൽ ഈ ടീം വർക്ക് വാസ് എക്സലന്റ്. ചേച്ചി ഒരുപാട് ലെജൻസിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ചേച്ചി എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ചേച്ചി അക്കാര്യത്തിൽ ഒരു അതല്ല മീരയുടെ കാര്യത്തിലും ഐ ജസ്റ്റ് ഓൾവേസ് എവരിബഡി ടോക്സ് അബൌട്ട് ഹെർ ആക്ടേഴ്സ് ഹു ഹാസ് വർക്ക്ഡ് വിത്ത്, ഷീ ഹാസ് വർക്ക്ഡ്, ബട്ട് ഷീ ഹാസ് വർക്ക്ഡ് വിത്ത് വൈബ്രന്റ് ഓഫ് ഡയറക്ടേഴ്സ്. അതാണ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള കാര്യം. കാരണം ഷീ ഹാസ് വർക്ക്ഡ് വിത്ത് ലെജൻഡ്സ് ഓഫ് ഡയറക്ടേഴ്സ്, കിഡിലൻ ഡയറക്ടേഴ്സ്. സോ അങ്ങനെ ഒരു ആക്ടർ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ദാറ്റ്സ് എ ഡിഫറെന്റ് പ്ലഷർ ടു വർക്ക് വിത്ത്. ഒരു ക്യാരക്ടറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ പല ക്യാരക്ടേഴ്സ് കണ്ടിട്ടുണ്ട്. അതിലൊരു നെഗറ്റീവ് ഷെയ്ഡിൽ വരുന്നതാണ് പക്ഷേ രാജലക്ഷ്മി. പക്ഷേ ഈ രാജലക്ഷ്മി അവിടെ രാജലക്ഷ്മിയുടെ നന്മ പുറത്തു വരുമ്പോൾ സിനിമയിൽ ശരിക്കും അത് തിന്മയായിട്ടും മറ്റു രണ്ടുപേർക്കും വിലങ്ങുതടിയായിട്ടും വരുന്നതാണ്. അത് ഒരാളുടെ നന്മ മറ്റൊരാൾക്ക് വിലങ്ങടി വരുന്ന ഒരു ക്യാരക്ടറാണ്. ഭയങ്കര റൈറ്റിംഗ് അല്ലേ അത്? ആ പടം സത്യം പറഞ്ഞാൽ അതിനു മുമ്പ് ഞാൻ ഐ തിങ്ക് ഇറ്റ് വാസ് ചെങ്കോൽ. അപ്പോ മോഹൻലാലിന്റെ കൂടെ ചെങ്കോലിലെ അമ്മായിമ്മയാണ്. അതെ അതെ. അത് ഞാൻ ആക്ച്വലി സിബിയും ലോഹിത് ചേട്ടന്റെ ഒരു കോമ്പിനേഷൻ ആ പറഞ്ഞ അവരെന്നെ വിളിച്ചപ്പോ അവര് സവിധം കഴിഞ്ഞിട്ടാണ് ഇവരെന്നെ ഇതിനെ വിളിക്കുന്നത്. അവര് വിചാരിച്ചത് ശാന്തികൃഷ്ണ അതിലെ മുടിയിലെ നരയൊക്കെ ഇട്ടിട്ട് മാധുവിന്റെ സുനിതയുടെ അമ്മയായിട്ടൊക്കെ അഭിനയിച്ചല്ലോ, അപ്പൊ പിന്നെ നമുക്ക് ഇതിലും ഹീറോയിന്റെ അമ്മയായിട്ട് നമുക്ക് വിളിക്കാം എന്ന ലൈനിലായിരുന്നു. അപ്പൊ ഞാൻ ആ സമയത്ത് അതൊന്നും ചിന്തിച്ചില്ല, എന്ത് ക്യാരക്ടറാണ് എങ്ങനെയാണെന്നൊക്കെ. അപ്പൊ ഞാൻ അത് ഓക്കെ പറയുകയും ചെയ്തു, ആ പടത്തിൽ അഭിനയിക്കാൻ പോവുകയും ചെയ്തു. അവിടെ ചെന്നിട്ട് സെറ്റിൽ വരുമ്പോഴാണ് ഞാൻ അങ്ങനെയൊക്കെ ഡ്രസ്സ് ചെയ്ത് ഞാനും മോഹൻലാലും കൂടിയുള്ള കോമ്പിനേഷൻ നിൽക്കുമ്പോഴാണ് മോഹൻലാൽ എന്നെ നോക്കിയിട്ട് അമ്മായിമ്മയല്ലേ എന്ന് പറഞ്ഞ്. അത് കേട്ടപ്പോഴാണ് പെട്ടെന്ന് ഞാൻ ശരിയാണല്ലോ എന്ന് റിയലൈസ് പോലും ചെയ്യുന്നത്. അപ്പൊ അതിനുശേഷം ആ സെറ്റിൽ വെച്ചിട്ടാണ് പിന്നെ ലാൽ എന്നോട് ചോദിക്കുന്നത്, പക്ഷേ എന്ന് പറഞ്ഞ പടം ചെയ്യാൻ പോവാണ്, അതിൽ എന്റെ വൈഫിന്റെ ക്യാരക്ടർ ഉണ്ട്, ശാന്തി ചെയ്യാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചെയ്യാം. അല്ല നെഗറ്റീവ് ആട്ടോ അതല്ല കുറച്ച് ഇത്. ഞാൻ പറഞ്ഞു അപ്പൊ ഡെഫിനറ്റ് ആയിട്ടും ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ബിക്കോസ് ഐ വാണ്ടഡ് എ ചേഞ്ച് ഓൾസോ. എപ്പോഴും നമ്മൾ അതേപോലെ ചെയ്യണ്ട. ആൻഡ് ആ രീതിയിൽ ഐ വാസ് വെരി ബ്ലെസ്ഡ്. കാരണം എന്താ വെച്ചാൽ മലയാളം ഓഡിയൻസ് എന്നെ ആ രീതിയിൽ അക്സെപ്റ്റും ചെയ്തു. ഒരു അമ്മായിയമ്മയായിട്ട് അഭിനയിച്ചിട്ടും അമ്മയായിട്ട് അഭിനയിച്ചിട്ടും ലാലിന്റെ വൈഫായിട്ടും കാമുകിയായിട്ടും ഒക്കെ അഭിനയിച്ചു. സോ ആ രീതിയിൽ ഏറ്റവും വലിയ ഒരു ഡയറക്ടോറിയൽ അദ്ദേഹത്തിന്റെ ഫാനാണ് ഞാൻ. ആ ഫിലിം മേക്കറുടെ പക്ഷേ എന്നുള്ള ഫിലിം ചെയ്ത ഫിലിം മേക്കറുടെ ഫാനാണ് മോഹൻ സാർ. ഏറ്റവും കൂടുതൽ മലയാളത്തിൽ മനോഹരമായിട്ടുള്ള സിനിമ ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടറാണ്. പക്ഷേ അണ്ടർ റേറ്റഡ് ആണ്. മംഗളം നേരുന്നു ഞാൻ ആദ്യം മോഹൻ സാർ രചന ഇവിടെ പറയും മുമ്പേ പിന്നെ തീർത്ഥം, ഇടവേള, ഇളക്കങ്ങൾ, രണ്ട് പെൺകുട്ടികൾ, ഫസ്റ്റ് ലെസ്ബിയൻ സിനിമ ഇൻ ഇന്ത്യ ഡൺ ബൈ മോഹൻ സാർ. വീട്ടിൽ നന്ദകുമാറിന്റെ നോവലാണ് രണ്ട് പെൺകുട്ടികൾ. സോ ബ്യൂട്ടിഫുൾ. ബിഗ് ഫാൻ ഓഫ്. ചേച്ചി പറഞ്ഞപ്പോൾ ചെങ്കോലിനെ കുറിച്ച് കൂടെ പറഞ്ഞപ്പോൾ സത്യത്തിൽ കിരീടത്തിലെ സേതുമാധവൻ കത്തി താഴെയിടാത്തത് കൊണ്ട് സേതുമാധവന്റെ ജീവിതം പൊലിയുന്നത് പോലെ തന്നെ ഒരാളുടെ ജീവിതവും കൂടെ അതിനകത്ത് സങ്കടപ്പെടുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഈ ജോസിന്റെ ഭാര്യയായിട്ടുള്ള ശാന്തികൃഷ്ണൻ, അവരുടെ മുഖത്ത് ഭയങ്കര ഒരു ദാരുണമായൊരു ഭാവമുണ്ട്. കാരണം ഈ തീവ്രത ഒക്കെ അനുഭവിക്കുന്ന സേതുമാധവൻ മരിക്കുന്നുണ്ട്. പക്ഷെ സേതു കത്തി താഴെയിടാത്തത് കൊണ്ടുള്ള ആ ഒരു സങ്കടം ഏറ്റവും കൂടുതൽ പിന്നെ അനുഭവിക്കുന്ന ഒരാൾ അച്യുതൻ നായർ അല്ലാതെ അനുഭവിക്കുന്നത് ജോസിന്റെ ഭാര്യയാണ്. ശരിക്കും ആ ക്യാരക്ടർ ഭയങ്കര രസമല്ലേ ചേച്ചി? അത് ഭയങ്കര ഡെപ്തിൽ വായിക്കേണ്ടത്. പിന്നെ തീർച്ചയായിട്ടും കിരീടത്തിലെ ഏറ്റവും ഒരു വില്ലനായിട്ട് അഭിനയിച്ച ഒരു ആളുടെ ഭാര്യയായിട്ടുള്ള ക്യാരക്ടറും എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഇൻട്രസ്റ്റിംഗ് സംഭവമായിരുന്നു. കാരണം ഒരു മെയിൻ പ്രൊട്ടാഗണിസ്റ്റിന്റെ ഒരു വൈഫായിട്ടല്ലല്ലോ. അപ്പോൾ അത് കാണുമ്പോൾ ആൾക്കാർ എങ്ങനെ അത് കാണും. അപ്പൊ അവർക്ക് ബേസിക്കലി ദേ വാണ്ടഡ് ആൻ ആർട്ടിസ്റ്റ് ഹൂ പറഞ്ഞ പോലെ ഈ ഒരു ഇമേജും കൂടി ഒരു പാവം ഇമേജ് ആയിരുന്നു ആ രീതിയിൽ. അപ്പോൾ ഇവരും അങ്ങനെ ആവണം എന്നൊരു മൈൻഡിലും അവർക്ക് ഉണ്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞു, ആ സമയത്ത് ലോഹിത് ചേട്ടന് സിബി മലയിലിന്റെ പടമാണെന്ന് പറഞ്ഞപ്പോൾ ഞാനത് ഓക്കെ പറയുകയും ചെയ്തു. വേറെ ഒന്നും ഞാൻ ചിന്തിച്ചില്ല ആ സമയത്ത്. ദേ ജസ്റ്റ് സെഡ് ഇങ്ങനെ ഈ വില്ലൻ എന്ന് പറഞ്ഞ ജോസിന്റെ ഭാര്യയായിട്ടാണ്, ഹീറോയിന്റെ അമ്മയാണ്, ആ രീതിയിൽ ഞാൻ ഓക്കെ എന്നും പറഞ്ഞു ചെയ്യുകയും ചെയ്തു. ബട്ട് ദാറ്റ് റിയലി വർക്ക്. ആ ഒരു പറഞ്ഞ പോലെ ആ ഒരു അവരുടെ ആ പെർസ്പെക്റ്റീവ് നിന്ന് കാണും ആ ക്യാരക്ടറിനെ, നമ്മൾ ആ വില്ലനെ. അപ്പോൾ സത്യം പറഞ്ഞ ഒരു സിമ്പതി വരികയും ചെയ്യാം. അതുകൊണ്ടാണ് സെക്കൻഡ് കൂടുതൽ സംസാരിക്കേണ്ടി വരുന്നത് ഫസ്റ്റിനേക്കാൾ. വിക്കിപ്പി അതേപോലെ ഈ നത്തോലി
അതിനകത്ത് കഥാപാത്രം പേനത്തുമ്പിൽ നിന്ന് ഇറങ്ങിപ്പോവുക, ശങ്കരരാമകൃഷ്ണനാണ് എഴുതിയത്. ഇതൊക്കെ VKPയുടെ അടുത്ത് വന്ന് പറയുമ്പോൾ VKP ഇത് സിനിമയാക്കാൻ പറ്റുമെന്ന് എങ്ങനെയാണ് ചിന്തിക്കണേ? എനിക്ക് മനസ്സിലായിട്ടില്ല. അല്ലല്ല, അതെന്താ വെച്ചാല് ഞാൻ 2003 ഫ്രീക്കി ചക്ര എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് അതായത് ക്രോസ് ഓവർ ഫിലിംസ് ചെയ്തിരുന്നു. അപ്പൊ ആ സിനിമയിൽ രൺവീർ ഷോറി, സച്ചിൻ ഗഡേക്കർ, ദീപ്തി നവലൊക്കെ ആയിരുന്നു. അതിന്റെ ഒരു അഡാപ്റ്റേഷൻ ആണ് ഇതിലേക്ക്. അപ്പൊ ഞാനത് ഓൾറെഡി സിനിമ ആക്കിയതാണ്. ആൻഡ് ഇറ്റ് ഹാസ് ഗോട്ട് ഫിപ്രസി ആൻഡ് ഇറ്റ് ഹാസ് ഗോട്ട് ലോട്ട് ഓഫ് റെക്കഗ്നേഷൻ. അപ്പൊ അതിന്റെ ഒരു വേരിയേഷൻ ആണ് ഞാൻ നത്തോലിയിൽ ഇവിടെ ട്രൈ ചെയ്തത്. ബട്ട് നോട്ട് ദ സെയിം വൺ. ശങ്കർ ഹാസ് അഡാപ്റ്റഡ് ഇൻടു എ ഡിഫറെന്റ്, ഒരു അവൻഗാർഡ് കൈൻഡ് ഓഫ് ഫിലിം മാതിരി. അതാണ് അത് അങ്ങനത്തെ ഒരു സിനിമയിൽ അങ്ങനെ ഇറങ്ങാനേ. VKP ചരിത്രത്തിന്റെ ഭാഗമാണ് ആ സിനിമ ചെയ്തത്. ഇത് മാറാണ്. മീരാവ് ശ്യാം സാറിന്റെ സിനിമയിൽ ദീപ്തി ഉൾപ്പെടെയുള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ളപ്പോഴും ഈ സൂത്രധാരിലെ ദേവുമ്മയും ശിവാനിയുമായിട്ടുള്ളൊരു ബന്ധവും ആ കഥ ശരിക്കും ഒരു ദേവുമ്മയുടെ പെർസ്പെക്റ്റീവിലാണ് ആ സാധനം പലപ്പോഴും നമ്മൾ കാണുന്നത്. ദേവുമ്മയാണ് അതിനകത്തുള്ളത്, പക്ഷെ ശിവാനിയാണ് നമ്മളുടെയൊക്കെ ആളെന്ന് പറയുന്നത്. ആ സമയത്ത് ഈ സിനിമ ഇറങ്ങിയതിന് ശേഷമൊക്കെ ചർച്ചകൾ വരുന്നുണ്ട്. ആദ്യത്തെ സിനിമ തന്നെ നന്നായിട്ട് വർക്കായിരുന്നു. ആ സമയത്ത് ആ സൂത്രധാരൻ ഇറങ്ങുമ്പോഴൊക്കെയുള്ള സമയം ഓർമ്മയുണ്ട് ഇപ്പം മനസ്സിൽ? എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്? ആ സിനിമ ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് പോകത്തില്ല. ദേവുമ്മ ഒരു എന്താ പറയാ, വളരെ അഗൈൻ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ഇതും, പിന്നെ ശിവാനി അതിലൊരു ടേംഡ് ആയിട്ടുള്ള ഒരു, അല്ലേ, എന്താ അതിന് പറയുന്നേ, ടേംഡ് കുട്ടി, ഒരു പപ്പിയെ, അല്ല എന്താ പറയാ, വാട്ട് യു അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പം ചില കാര്യങ്ങൾ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. സോ when you perform that kind of roles, you feel bit depressed and negative. You feel depressed at that age. ഇത് ഡിപ്രഷൻ ആണോ? ലൈക്ക് വെൻ യു ഡീലിംഗ് വിത്ത് ദേവുമ്മ, ശിവാനിയായിട്ട് അഭിനയിക്കുമ്പം ആ ഒരു ഇതും ഫീൽ ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ദേവുമ്മ അവളെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക, അവളെ നോക്കുന്നുണ്ട്. ലൈക്ക് യുനോ, സോ വളരെ കോംപ്ലെക്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാ ദേവുമ്മയായിട്ടുള്ള ബന്ധം ശിവാനിക്ക്. ആൻഡ് ദാറ്റ് ആക്ച്വലി അഫക്റ്റഡ് മീ ബിക്കോസ് ഐ വാസ് വെരി യങ്. ആൻഡ് അപ്പോൾ ഈ ചെറുപ്രായത്തിൽ ഒരു റോൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മളത് ഭയങ്കരമായിട്ട് അബ്സോർബ് ചെയ്യും. അത് കുറേ നാൾ അങ്ങനെ പോയി, കുറേ വർഷങ്ങൾ അങ്ങനെ പോയി. ബട്ട് നൗ ഇറ്റ് ഇസ് ഡിഫറെന്റ്. സോ ഐ ഡു റിമെമ്പർ സൂത്രധാരനും ആ ഒരു അറ്റ്മോസ്ഫിയറും ആംബിയൻസും എല്ലാം നന്നായി ഓർക്കും. നീരക്ക് കിട്ടിയ വേറൊരു ഭാഗ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ സൂത്രധാരനിൽ ശരിക്കും രവീന്ദ്രൻ മാഷിന് കിട്ടി, ഗ്രാമഫോണിലേക്ക് വരുമ്പോഴത്തേക്ക് വിദ്യാസാഗർ സാറിനെ കിട്ടി, കസ്തൂരിമാനിൽ ഔസേപ്പച്ചൻ സാറിനെ കിട്ടി, പെരുമഴക്കാലത്തിൽ MJ കിട്ടി. ഭയങ്കര രസമുള്ളൊരു കാലവും കൂടെയാണ് മലയാള സിനിമ. അതെ, എല്ലാവരും ഉണ്ടായിരുന്നു. അതൊരു ഭയങ്കര ഒരു ഭാഗ്യവും കൂടെ അല്ലേ ഈ ലെജൻസിനെയൊക്കെ നമ്മുടെ സിനിമയിൽ കിട്ടുക എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും. രവീന്ദ്ര മാഷ് കമ്പോസ് ചെയ്യുമ്പോൾ ഞാൻ പോയിരുന്നിട്ടുണ്ട്. ഔസേപ്പച്ചൻ ഞങ്ങൾ കമ്പോസ് ചെയ്യുമ്പോൾ ഞാൻ പോയിരുന്നിട്ടുണ്ട്. ഇളയരാജ സാർ കമ്പോസ് ചെയ്യുമ്പോഴും ഇരിക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എല്ലാരെയും അദ്ദേഹം സമ്മതിക്കത്തൊന്നുമില്ല. കമ്പോസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇരുന്നിട്ടുണ്ട്. സോ അതൊക്കെ ഒരു വലിയ ഭാഗ്യമാണ്. ഈവൻ ഗിരീഷ് പുത്തഞ്ചേരി ഞാൻ എഴുതുമ്പോഴും എന്റെ സ്ക്രീൻ ടെസ്റ്റ്, അതായത് നമ്മൾ അതിനെന്ത് പറയുന്നത്, ഓഡിഷൻ എന്ന് പറയുന്ന സ്ക്രീൻ ടെസ്റ്റ്, അതിന് പോകുമ്പം രവീന്ദ്ര മാഷും ഗിരീഷ് പുത്തഞ്ചേരിയുമാണ് ഷൊർണൂർ ഗസ്റ്റ് ഹൗസ് വെച്ചിട്ട് എന്നെ കാണുന്നത് തന്നെ. എന്നെ പെർഫോം ചെയ്യിപ്പിക്കുമ്പോൾ അവരവിടെ ഉണ്ട്. സോ അതൊന്നും ഒരിക്കലും മറക്കത്തില്ല. ഗിരീഷ് പുത്തഞ്ചേരിയെ പോലുള്ള ഒരു പോയറ്റൊക്കെ ഗിരീഷേട്ടനെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കനകമുന്തിരികൾ മണികൾ കോർക്കും ഒരു പുലരിയിൽ ഒരു കുരുന്നുകുനും ചെറുതുമായി വരിക ശലഭമേ എന്ന് പറയുമ്പോൾ വാട്ട് ആർ റൈറ്റിംഗ്, അതായത് 3 minutes he took to write that. ശരിക്കും അതായത് ഞാൻ വന്ന് ആദ്യം പാട്ടുണ്ടായിരുന്നില്ല 15 ദിവസം. അപ്പോൾ ഇത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ലൂയി ബാങ്ക്സ് ഒരു തീം മ്യൂസിക് ഇട്ടപ്പോൾ I thought that this is a possibility for a song. Immediately ഗിരീഷിനെ വിളിച്ച്, ഗിരീഷ് ട്രെയിൻ പിടിച്ച് അവിടെ ആദ്യത്തെ ഹോട്ടൽ ചെന്നൈയിൽ വന്ന് ഇത് ഫുൾ ഡബിൾ പോസിറ്റിവിറ്റി സിനിമ കാണിച്ചു കൊടുത്തു. എന്നിട്ട് പുള്ളി അത് എഴുതി 3 minute. അതിനവന് സ്റ്റേറ്റ് അവാർഡും കിട്ടി. He got a state award for that song. 3 minutes ഉണ്ടാക്കിയിട്ടുള്ളതാണ്. And he saw the full edit of the film. അതായത് എഡിറ്റ് കഴിഞ്ഞിട്ടാ പാട്ടുണ്ടാക്കി. അതിലൊരു സൂര്യനെ ധ്യാനിക്കും ഈ പൂക്കളെ ഞാൻ മിഴിക്കുമ്പോവേ വേനൽ ചൂടിൻ നെറുകിൽ മെല്ലെ നീ തൊട്ടു. ഓ, അസാധ്യമല്ല. ഭയങ്കര രസമുള്ള സാധനം. ചേച്ചി, സുഹൃതത്തിലെ ദുർഗ എന്ന് പറയുന്ന ക്യാരക്ടർ, സുഹൃതം ശരിക്കും MDയുടെ റൈറ്റിംഗ് സ്കില്ല് നമ്മൾ പല പ്രാവശ്യം അനുഭവിച്ചിട്ടുണ്ട്. ഓരോ പ്രാവശ്യം ഓരോ രീതിയിലാണ് നമ്മളത് കൺസീവ് ചെയ്തിട്ടുള്ളത്. ചേച്ചി, സുഹൃതം എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഭയങ്കര ആവേശം കൊള്ളും. ഇപ്പോഴും നമ്മുടെ മനസ്സിനകത്തൊരു സുഹൃതമായിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ്. ചേച്ചി, ആ സിനിമയെക്കുറിച്ച് ഓർത്ത് പറയൂ. പിന്നെ തീർച്ചയായിട്ടും അതും എൻ്റെ ഒരു സുഹൃതമാണ് ആ പടം. സത്യം
എന്നുവെച്ചാല് MT സാറിന്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ വേറെ ആരും ഒന്നും ചിന്തിക്കില്ല. MT സാറിന്റെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം എന്നാണ് നമ്മുടെ കരിയർ ഗ്രാഫിൽ. അപ്പോൾ ഐ വാസ് ലക്കി ആ രീതിയിൽ. MT സാറിന്റെ സ്ക്രിപ്റ്റ്, ഹരൻ സാറിന്റെ പടം മറ്റേ എന്താണ് പരിണയം ചെയ്തു, അതിലൊരു ക്യാരക്ടറായിരുന്നു. പിന്നെ സുഹൃത്തിൽ വിളിച്ചപ്പോൾ ദുർഗ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരിക്കലും നമുക്ക് ആരായാലും ഒരു വേണ്ടെന്ന് പറയില്ല. ബിക്കോസ് ഗൗതമിയുടെ ക്യാരക്ടർ ഹീറോയിൻ ആയിട്ട് അങ്ങനെ പെയറായിട്ട് വരുവാണെങ്കിൽ പോലും അന്ന് MT സാർ എഴുതിയ ഈ സ്ത്രീ കഥാപാത്രത്തിന് ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാവുക എന്ന് മെയിനായിട്ട് അവർ സംഭവം കൊണ്ടുവന്നത്. ഓൾവേസ് MT സാറിന്റെ സ്ക്രിപ്റ്റിൽ അറിയാലോ, എപ്പോഴും നോക്കിയാലും സ്ത്രീകളുടെ ഒരു കഥാപാത്രത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവും. അപ്പൊ ആ രീതിയിൽ പല പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ദുർഗയുടെ ക്യാരക്ടർ ലാസ്റ്റിലെ മമ്മൂക്ക വന്ന് ചോദിക്കുമ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ എന്തുകൊണ്ട് ചേച്ചി അങ്ങനെ പറഞ്ഞത്, അതുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത്. ഞാൻ പറഞ്ഞു അങ്ങനെ ചിന്തിക്കരുത്, നിങ്ങൾ ക്യാരക്ടർ വൈസ് നോക്കുമ്പോൾ അന്ന് ദുർഗ എന്ന് പറഞ്ഞ ആ സ്ത്രീ കഥാപാത്രത്തിന് ഒരു സെൽഫ് റെസ്പെക്ട് ഉണ്ടാക്കി അവിടെ. കാരണം വെച്ചാൽ എപ്പോൾ നോക്കിയാലും വരുമ്പോ പോകുമ്പോ പോ, നീ വേണമെങ്കിൽ വേണം ഇല്ലെങ്കിൽ വേണ്ട, ആ രീതിയിൽ ഒരു കരിവേപ്പില സ്റ്റൈലിലാണ് ആ ദുർഗാനെ അവർ കാണിക്കുക. അല്ല അവർ റെഡിയായി അവന്റെ കൂടെ മറ്റേ മമ്മൂക്കയുടെ ക്യാരക്ടർ അവരുമായിട്ട് മറ്റേ സുഖമില്ല എന്ന് പറഞ്ഞപ്പോൾ കൂടെ കൂട്ടിക്കൊണ്ട് പോവാനായിട്ട് റെഡിയായി ബാഗും എടുത്ത് വന്നപ്പോഴാണ് ഭാര്യ വന്നിട്ട് ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞപ്പോ ആ ശരി എന്ന് പറഞ്ഞ് നേരെ അവർ കയറിപ്പോ ഇവര് ബാഗും പിടിച്ച് അവിടെ നിൽക്കുക. ആ ഒരു സീൻ പറഞ്ഞ ഭയങ്കര ഒരു ഇമോഷണലി വർക്ക് ആയ ഒരു സീനായിരുന്നു. കാരണം അത്രത്തോറും വിഷമം ആ സ്ത്രീക്ക് ഉണ്ടായിട്ടുണ്ടാവുന്നു. പിന്നെ ലാസ്റ്റില് അവര് വന്ന് വീണ്ടും ഭാര്യ പോയി, അവര് ആർക്കും വേണ്ടാന്നായപ്പോ വീണ്ടും വന്നിട്ട് പിന്നെ എന്നാ പിന്നെ ലൈനിൽ പറഞ്ഞപ്പോ ഇല്ല ഇനി ശരിയാവില്ല എന്ന് പറയുന്നില്ല. ഞാൻ പറഞ്ഞു ആ സമയത്ത് നമ്മൾ പെട്ടെന്ന് ഹീറോ എന്ന് ചിന്തിക്കുമ്പോൾ മേ ബി അയ്യോ അതങ്ങനെ പറയണ്ടായിരുന്നു, ഓക്കെ എന്ന് പറഞ്ഞ് വീണ്ടും പോയിരുന്നെങ്കിൽ മേ ബി ഹി വുഡന്റ് ഹാവ് ടേക്കൺ ദാറ്റ് സ്റ്റെപ്പ് എന്ന് പറയാം. പക്ഷെ അല്ല, അവിടെ ആ ഒരു ക്യാരക്ടറിന് ഒരു സെൽഫ് റെസ്പെക്ട് കൊടുത്തു. അതായത് വേണ്ട, നോ ഐ എം സ്റ്റോപ്പിംഗ്. അപ്പൊ ആ സ്ട്രോങ് ഒരു വുമൻ ക്യാരക്ടർ അവിടെ നടക്കുന്നത്. സോ those are all memorable characters. വേണു സാറിന്റെ പിക്ചേഴ്സ് എന്താ ഭംഗി, സോ ബ്യൂട്ടിഫുൾ സിനിമറ്റോഗ്രാഫി ബൈ ആ ടണൽ ഷോട്ട് ഇന്റർനാഷണൽ സിനിമയിൽ ഞാൻ കണ്ടിട്ടില്ല. സോ ബ്യൂട്ടിഫുള്ളി ഷോട്ട് ബൈ വേണു സാർ. അടിപൊളി. അയ്യോ സിനിമയാണ് പ്രാന്തം. ഓരോ സിനിമ എനിക്കത് ചേച്ചിയുടെ ക്യാരക്ടറിൽ വിഷ്ണുലോകം അതിനകത്ത് കാണുന്ന ആ പെണ്ണ് ചിലർക്ക് ഭയങ്കരമായിട്ട് കാൽപ്പനികമായി കാണുന്ന ഒരു പെണ്ണാണ്. ആ ഒരു കാൽപ്പനിക കഥാപാത്രത്തെ കൂടെ കിട്ടുമ്പോൾ നമുക്കൊരു സുഖമല്ലേ ചേച്ചി, ഒരു നടി എന്നുള്ള രീതിയിൽ ഈ പറയുന്ന ബോൾഡ്നെസ് ഒക്കെ പറയുമ്പോഴും. അതെ, അതിലൊരു അതായത് അവർക്കൊന്നും പറയാൻ പറ്റാത്ത ഒരു ഊമ സ്റ്റൈലിൽ ഒരു ക്യാരക്ടർ ആണല്ലോ. അതായത് എവിടെ ചെന്നാലും ഇവര് ഷീസ് എന്താ പറയാ, ഈ പൻവതി എന്ന് പറയില്ലേ, അതായത് ഷീസ് യൂസ്ലെസ് എന്നല്ല, ഇവര് ഭാഗ്യമില്ലാത്ത ഒരു ക്യാരക്ടർ. അതായത് എന്ത് തൊട്ടാലും കുഴപ്പം. അവര് ഒരു കോഴി അവിടെ ചത്തുപോയാലും അത് ഇവര് അതിലെ കൂടെ നടന്നുപോയി, അതുകൊണ്ടാണ് ചുമ്മാ അങ്ങനെ ആ രീതിയിൽ ശാപം കിട്ടിയ ഒരു ആ രീതിയിലാണല്ലോ ആ ക്യാരക്ടറിനെ കാണുന്നത് തന്നെ. അപ്പൊ പക്ഷെ ബിക്കോസ് അതുകൊണ്ടാണ് അവർ പേടിക്കുന്നതും വേറെ കല്യാണം കഴിക്കാനും അവര്. അപ്പൊ മോഹൻലാലിന്റെ വീഴുകയും ചെയ്യും, സൈക്കിളിൽ നിന്ന് വീഴും. അപ്പൊ പറയും ഇവരായിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഡേ പോയപ്പോഴേക്കും ആ സൈക്കിളിൽ നിന്ന് വീണു. എന്നിട്ട് പോലും പുള്ളി വന്നിട്ട് അവര് കൊണ്ടിക്കൊണ്ട് പോവാണ്. അപ്പൊ ആ ഒറ്റ സീനാണ് ഇന്നും ആൾക്കാര് ഓർക്കുന്നത്. കഥ തുറന്നിട്ട് ദേവി എന്ന് പറയുന്നത് ഇപ്പോഴും. നല്ല മനോഹരമായിട്ടുള്ള സിനിമകളിൽ നിന്നും ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുള്ള ഒരു സിനിമ ഉണ്ടായി, ഏതറിയോ? പാലുംപഴവും. പാലുംപഴത്തിലേക്ക് തിരിച്ചു വന്നു. എല്ലാം പറയുന്ന റീസൺ ഇതിൽ നല്ല ഇൻസ്പയർഡ് ആയി ഞങ്ങൾ പാലുംപഴം. അല്ല കറക്റ്റ് ക്യാച്ച് ആയിട്ടുള്ള പരസ്യം കൊണ്ടുവന്ന് അവിടെ പ്ലേസ് ചെയ്തില്ലേ, അതാണ് VKP-യുടെ പണി. നമ്മൾ സിനിമ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഈ ലെജൻസിന്റെ സിനിമകൾ കണ്ടിട്ടും ഇന്റർനാഷണൽ സിനിമ എടുത്തുണ്ടല്ലോ, മലയാളത്തിലെ ലെജൻസിന്റെ സിനിമ കണ്ടിട്ട് തന്നെയാണ് നമ്മൾ സിനിമ പ്രാന്തായത് അല്ലേ. ഒരു കാര്യം കൂടെ ഉണ്ട്, ഈ ട്രിവാൻഡ്രം ലോഡ്ജ് പോലുള്ള സിനിമ ചെയ്തപ്പോ ബാലേന്ദ്രൻ സാറ് നമുക്ക് മറക്കാൻ പറ്റില്ല. ബാലേന്ദ്രൻ സാറിനെ അതിനകത്ത് വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ആ സിനിമയുടെ ഹോൾ ഐഡിയ ബാലേന്ദ്രൻ സാറിന്റെ കഥാപാത്രം കണ്ടാൽ മതി നമുക്ക് കിട്ടും. അതാണ് സിനിമയുടെ ഐഡിയ. അതാ അങ്ങനെ തന്നെയല്ലേ അത് അതിനകത്ത് നോക്കിക്കണ്ടത്. ബാലേന്ദ്രന്റെ ആ ക്യാരക്ടറാണ് സിനിമ. അത് മറ്റുള്ളതൊക്കെ പൊടുപ്പും തൊങ്ങിലുള്ള പറയുന്ന സമയത്ത് അത് തന്നെയായിരുന്നു സിംഗിൾ മൈൻഡഡ് ഐഡിയ. യെസ് ഓഫ് കോഴ്സ്, USP ആണത്. സിംഗിൾ മൈൻഡഡ് ഐഡിയാസ് ബാലേട്ടൻസ് ക്യാരക്ടർ. അങ്ങനെ അതിൽ പ്ലക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ആണ്. ബാലേട്ടന്റെ പെർഫോമൻസും കൂടെ ഒന്ന് പറയും. ബാലേട്ടൻ എന്ന് പറഞ്ഞാൽ ഐ കാണ്ട് ഈവൻ ഫോർഗെറ്റ് ഹിം, ബിക്കോസ് എത്രയോ വർഷങ്ങളായിട്ട് ബന്ധമാണ്.
ഒപ്പം പഠിച്ചതാണ്. സീനിയർ ആയിരുന്നോ അതെ ഒപ്പമായിരുന്നു? അല്ലല്ല, ഒരു വർഷം സീനിയർ ആയിരുന്നു. പക്ഷെ ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആണെന്ന് പറയും ബാലേട്ടൻ ഇടയ്ക്കിടയ്ക്ക്. ഞാൻ 12th കഴിഞ്ഞിട്ട് പോയത്, പുള്ളി MA BD കഴിഞ്ഞ് വന്നതാണ്. സോ ബ്യൂട്ടിഫുൾ, ഹീസ് എ ലെജൻഡ്, ഫാന്റാസ്റ്റിക് പ്ലേ റൈറ്റ്, നാടകത്തിലെ നല്ലൊരു രചയിതാവ്, അസലൊരു ആക്ടർ. ഐ റിയലി മിസ് ഹിം. നമ്മൾ ഈ പാട്ടിനെ സ്നേഹിക്കുന്നതുകൊണ്ട് ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. മഴനീർ തുള്ളികൾ തനിനീർ മുത്തുകൾ, ആ പാട്ട് അനുമേനോവും കൂടെ എഴുതിയതാണ്. പക്ഷെ ആ പാട്ട് ഉണ്ണിമേനോ വന്ന് പാടിയപ്പോൾ അതിന് കിട്ടിയൊരു സംഗതി ഇല്ലേ, ഒരു മുമ്പില്ലേ, അതും കൂടെ ഒന്ന് ഓർക്കും. അല്ല, അത് ഞാൻ വേറൊരു ഗാഗിനെ വെച്ച് പാടിച്ചതാ. പാടിച്ചിട്ട് ഞാൻ മാറ്റിയതാ. ഓ, അങ്ങനെ ഉണ്ടായി. മാറ്റിയിട്ട് ഉണ്ണിയെ കൊണ്ട് പാടിച്ചതാ. ഉണ്ണിയെ കൊണ്ട് പാടിക്കണം എന്ന് പറഞ്ഞ് ഉണ്ണിനെ മദ്രാസിനെ വിളിച്ചു വരുത്തി പാടിച്ചതാ. പക്ഷെ ഞാൻ മറ്റേ ആക്ടറെ ഞാൻ സിംഗറെ ഉപേക്ഷിച്ചൊന്നുമില്ല. പക്ഷെ ഐ ഗിവ് അനദർ സോങ്, ബട്ട് ദിസ് ഉണ്ണി sang it so well because for that song I thought he's the right voice. പാലമ്പഴത്തിലേക്ക് വരുന്നതിന് മുമ്പ് മീര കസ്തൂരിമാനിലെ ശരിക്കും സാജൻ ജോസ് ആലുക്ക അല്ലേ, അയാളുടെ പേര് അങ്ങനെയായിരുന്നു. ഭയങ്കര രസമുള്ളൊരു ക്യാരക്ടറായിരുന്നു. ഒപ്പം മീരയുടെ കഥാപാത്രം എന്ന് പറയുന്നത് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള വാക്ക് തന്നെ ഈ ഉൾക്കൊള്ളുന്നൊരു കഥാപാത്രമായിരുന്നു. സ്വന്തം പഠിച്ച് അയാളെയും കൂടെ നോക്കാൻ പഠിപ്പിക്കുന്ന ഒരു കരുത്തുള്ള സ്ത്രീ കഥാപാത്രം എന്നൊക്കെ പറയുന്ന ഒരു ടാഗിലുള്ളതാ. ഐ ഓൾവേസ് ഫീൽ ഫോർ പ്രിയംവദ ബിക്കോസ് എൻ്റെ ലൈഫിലും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, അത് സിനിമയാണ്, എൻ്റെ റിയൽ ലൈഫിലും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഞാനും ചിലപ്പോൾ ഒരു പ്രിയംവദ ആയേക്കും. അങ്ങനത്തെ ഒരു ഇതിലുള്ള അങ്ങനെ ഒരു ഇൻക്ലിനേഷൻ ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പ്രിയംവദയുടെ ഒരു, നമ്മളിൽ എല്ലാവരിലും ഉണ്ടല്ലോ ഓരോ ഷെയ്ഡ്, അതേപോലെ പ്രിയംവദയുടെ ഒരു, ബിക്കോസ് ആ എല്ലാ സാക്രിഫൈസും ഇത് ചെയ്തിട്ട് ബോയ് ഫ്രണ്ടിനെയോ വാട്ടെവർ പാർട്ട്ണറിനെയോ പഠിപ്പിക്കാൻ വേണ്ടി ഏത് എക്സ്റ്റെൻറ്റ് വരെയും പോകുന്ന ഒരു കഥാപാത്രം. അതിപ്പോൾ അങ്ങനെയാണോന്നില്ല, നമുക്ക് ഇഷ്ടപ്പെട്ടവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യാനോ സഹായിക്കാനോ ഏത് എക്സ്റ്റെൻറ്റ് വരെയും പോകാൻ തയ്യാറാവുന്ന ധൈര്യശാലി, ലൈഫിൽ എന്ത് ആയിക്കോട്ടെ, യു ഗോ ടു എനി എക്സ്റ്റെൻറ്റ് എന്നുള്ള ഒരു ഇത്. പ്രിയംവദ ഇസ് സോ സ്ട്രോങ്. അത് പറയുമ്പോ തന്നെ പറഞ്ഞില്ല, അതിന്റെ തന്നെ ഒരു ഡെഫിനിഷൻ അല്ലെ, ഏതൊരു വാക്ക് പറഞ്ഞു, ആ വാക്കിന്റെ തന്നെ ഒരു ഇതാണ് പ്രിയംവദ. അങ്ങനെയൊക്കെ തന്നെ പറയണം. പ്രിയംവദയുടെ ചെറിയൊരു എലിമെന്റ് നമ്മുടെ പടത്തിലുണ്ട്. എവിടെയോ ഡെപ്ത് അല്ല, ഐ ആം നോട്ട് ടോക്കിംഗ് അബൌട്ട് ഡെപ്ത്, ബട്ട് സൂപ്പർഫ്ലൂസ് ലെവലിലുണ്ട്. ഉപരിപ്ലവമായിട്ടുള്ള പറഞ്ഞ പോലെ തന്നെ സുമി, ഈ പാലമ്പഴത്തിലെ സുമി ഇസ് ലൈക്ക് she's so vibrant, she has her own dreams. അവൾക്ക് അവളുടേതായ സ്വപ്നങ്ങളുണ്ട്. അവൾ ഇതിനകത്താണ് ഒരു ബലൂൺ എന്ന് പറയാ, അല്ല ഒരു ഷെല്ലിൽ, അല്ലെ ഒരു കൺഫൈൻഡ് സ്പേസിൽ അവൾ എപ്പോഴാ പൊട്ടിത്തെറിക്കാന്നറിയില്ല. ബിക്കോസ് ഇവൾക്ക് ഈ ചങ്ങലെല്ലാം വലിച്ച് പറിച്ചിട്ടിട്ട് പോണം, എക്സ്പ്ലോഡ് ചെയ്യണം. ആൻഡ് her dreams are ലൈക്ക് അത് വലിയൊരു, സാധാരണ നോക്കുമ്പോഴത്തേക്കും അതൊരു വലിയ ഡ്രീം അല്ലെന്ന് തോന്നിയേക്കാം, ബട്ട് ഫോർ ഹർ ദാറ്റ് ഇസ്, സുമിക്ക് അതൊരു വലിയ സ്വപ്നമാണ്. അത് സുമിക്ക് സാധിച്ചെടുക്കണം. സുമിയുടെ ഫോക്കസ് അതിലാണ്, അതാണ് അവളുടെ ആ ഫോക്കസ് ഭയങ്കര. സോ അവൾക്ക് അങ്ങനെ ഒരു സാഹചര്യം കിട്ടുമ്പോൾ ഇതെല്ലാം വലിച്ചിട്ടിട്ട് ഷി ഗോസ് ഫോർ ഇറ്റ്. അതിനുവേണ്ടി അവള് പോകും. നീര സംസാരിക്കുന്നതിലുണ്ട് എനിക്ക് വൊക്കാബുലറിയിലൊന്നും ഞാൻ അത്ര മിടിക്കല്ല, ഞാൻ വാക്കുകളിലൊന്നും എനിക്ക് കഴിവില്ല. പക്ഷെ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ വരുമ്പോൾ ഇമോഷൻസ്. അടിപൊളി. അശ്വിൻ, എന്തുകൊണ്ട് എങ്ങായിട്ടുള്ള ഒരാളാണ്, അപ്പൊ എന്തുകൊണ്ട് ഈ പടം കാണണമെന്ന് പറയും? ഞാൻ നോർമലി പറയാം, നമ്മൾ തിയേറ്ററിൽ പോയി സിനിമ കാണുമ്പോൾ നമുക്ക് എൻ്റർടൈൻ ചെയ്യാനുള്ള, നമ്മളിതൊരു എൻ്റർടൈനർ സിനിമയാണ്. ഏത് ഏജിലുള്ളവർക്കും കണക്ട് ചെയ്യുന്ന എല്ലാ എലമെൻറ്റും ഈ സിനിമയിലുണ്ട്. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവ് ഞാൻ പറയാം, നമുക്ക് തിയേറ്ററിൽ വന്ന് ഇപ്പം ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ ഒക്കെ വന്ന് കണ്ടാൽ ഉറപ്പായിട്ടും എൻജോയ് ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും. ഒപ്പം ഈ സിനിമയിൽ ഈ സിനിമയുടേതായ പൊളിറ്റിക്സും കാര്യങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം അതിന് വേണ്ടി എടുത്ത സിനിമയെന്നൊന്നുമില്ല, അതെല്ലാം ഇതിൻ്റെ കൂടെ ഒരു ഫ്ലോയിൽ പോകുന്നുണ്ട്. റൈറ്ററുടെ ഒരു പെർസ്പെക്റ്റീവാണ്. യങ് ബോയ്, ഒരു 26-27, എൻ്റെ അസോസിയേറ്റ് ആണ്, ആശിഷാണ്. അവന്റെ വിഷനാണത്. അവനാണ് ഒരു ദിവസം എൻ്റെ അടുത്ത് ഈ കഥ പറയുന്നത്. അപ്പാണ് ഞാൻ എക്സൈറ്റഡ് ആവുന്നത്. കാരണം ഇതിൽ എന്തോ ഒരു കുരുട്ടുണ്ടല്ലോ എന്ന് കേട്ടോ. എനിക്ക് ആ കുരുട്ടുകൾ കേട്ടോ ഇഷ്ടം. അപ്പൊ ആ കുരുട്ട് കിട്ടും, എനിക്ക് ആ ഒരു കുരുട്ട് അതിൽ കിട്ടി. അപ്പൊ ആശിഷ് അത് ഡെവലപ്പ് ചെയ്തു വിത്ത് മൈ ടീം. ഇവരെല്ലാരും കൂടി ഇരുന്നിട്ട് ഓഫീസിൽ എന്താണ് ഇവരുടെ പരിപാടി. അങ്ങനെ പെട്ടെന്ന് ഉരുത്തിരിഞ്ഞു വന്ന സിനിമ. അവരുടെ ആ ഒരു ഏജും സാറിന്റെ എന്റെ ഏജ് എന്ന് പറയുന്നത് ഏജിനെ കുറിച്ച് ഒരിക്കലും ഞങ്ങള് പല ഇന്റർവ്യൂവിലും ഏജും ഇതും പറഞ്ഞു.
ഞാൻ എന്നിട്ട് അതിന് വേറൊരു പേരിട്ടു, സാറിനെ പോലെ ഒരു ബ്രാൻഡ്. ഓ, ബ്രാൻഡ് പിടിക്കുമ്പോ സാറിന് ഇഷ്ടമാണ്. സാറിനാണെങ്കിൽ അങ്ങനെ ഒരു പുതിയൊരു പരിപാടി പിടിക്കാൻ സാറ് റെഡിയായിരുന്നു. ഇപ്പോൾ ഒരു സീക്വൻസ് ഒക്കെ ആയി നമ്മളെന്തെങ്കിലും ഡയലോഗ് ആയി നിടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ ഒക്കെ സാറും അത് വീണ്ടും വന്നിട്ട് എടാ ഇതെന്താണ് ഇത്, ഈ സമയത്ത് നിങ്ങൾ എന്താ പറയുന്നത്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ സാറ് നമ്മുടെ കൂടെ ഇങ്ങനെ പിടിച്ചു പൊക്കോണ്ടിരിക്കുക. കാരണം ഞങ്ങളുടെ ഇപ്പൊ ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഗ്യാങ് ഒക്കെ ഉണ്ട്, അവരുടെ പരിപാടി പറയുമ്പോൾ സാറിന് ആ മീറ്ററും പിടിച്ചു പോകണം. അപ്പൊ അതെല്ലാം സാറ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് കമ്പനി അടിച്ച് എല്ലാവരുടെ അടുത്തുനിന്നും പിടിക്കും. അപ്പോൾ അതുകൊണ്ട് VKP വിശ്വസിക്കുന്നു. ഞാൻ രഹസ്യമായിട്ട് VKP എടുത്ത് ചോദിച്ചപ്പോൾ VKP പറഞ്ഞു പടം കൊള്ളാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ FDFസിന് വരും, എന്നിട്ട് കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും 23-ന് തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണണമെന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് ഞാനും പറയുന്നു VKPയുടെ പടം ഇതൊരു എന്റർടൈനറാ. അതെ. സോ ഇത് അപ്പം എല്ലാവർക്കും പോയി ആസ്വദിക്കാൻ പറ്റിയ ഒരു സിനിമ. തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയിട്ട് എല്ലാവരും. ഞാനിത് പറയേ, പാലും പഴവും വൈരുദ്ധ്യങ്ങളുടെ സമന്വയം, ഓപ്പോസിഷൻ ഓഫ് ജസ്റ്റ് ഓപ്പോസിഷൻ. അതാണ് വേറെ ലെവൽ. അതായത് ഇപ്പൊ പാലും പഴവും ചേർന്ന് കഴിഞ്ഞാൽ മധുരമാണ്, അതൊരു ഡിവൈനാണ്, ഒരു റിച്വലാണ് അല്ലേ. പക്ഷെ ഇത് ഒരു ചെറിയൊരു ഏജ് ഡിഫറൻസിൽ കിടക്കുമ്പോൾ ഇതിൽ മധുരമാണോ, ഇരട്ടി മധുരമാണോ, കയ്പാണോ, അതാണ് സിനിമ. ദാറ്റ് ഈസ് എ ക്യൂരിയോസിറ്റി. അതാണ്, അത് അറിഞ്ഞ് സിനിമ കണ്ട് മനസ്സിലാക്കണം. VKPക്ക് തലയുണ്ട്, നാക്കുമുണ്ട്. സംസാരിക്കാൻ കഴിഞ്ഞാൽ നന്ദിയുണ്ട്. താങ്ക് യു. താങ്ക് യു.